അപ്സരയുടെ കസിൻസായ പെൺകുട്ടികൾക്കെല്ലാം അവളോട് അസൂയ തോന്നുന്നുണ്ടായിരുന്നു. അവൾ ആദിയുടെ സൗന്ദര്യം വർണ്ണിച്ചപ്പോഴും ഇത്രയും വിചാരിച്ചില്ല. നിരഞ്ജന്റെ ഭാര്യ വൈഗാലക്ഷ്മി ആദിയെ തന്നെ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായ വൈഗാലക്ഷ്മി മകളുടെ വിവാഹകാര്യം പ്രമാണിച്ച് നാട്ടിലെത്തിയതാണ്. മകൾക്കൊരു രണ്ടാം വിവാഹം ആലോചിക്കുന്നതിനും അപ്സരയുടെ വാശികളെല്ലാം തന്നെ കണ്ണടച്ച് അനുവദിച്ചു കൊടുക്കുന്നതിനും അവർ നിരഞ്ജനോട് കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എന്തു പറയുന്നു ഭാര്യയെ? അപ്പോയിന് ആദ്യം തിരഞ്ഞെടുത്തപ്പോൾ നിനക്ക് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ. ഈ നിരഞ്ജന്റെ സെലക്ഷൻ ഒന്നും തെറ്റാറില്ലെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? വൈഗാലക്ഷ്മി അറിയാതെ തലയാട്ടിപ്പോയി. നിരഞ്ജൻ ഗൂഢമായി ചിരിച്ചു. ഇനി സമ്പത്തിന്റെ കാര്യമാണെങ്കിലും ആദിശേഷ് വർമ്മ നമ്മളെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കും. നമ്മുടെ അപ്പുവിന്റെ മുഖത്തെ സന്തോഷം നോക്കിക്കേ. രണ്ടുപേരും തമ്മിൽ എന്ത് ചേർച്ചയാണ് അല്ലേ? എന്നാലും മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് വൈഗാലക്ഷ്മിയുടെ ശബ്ദം മുറിഞ്ഞു. അവൾക്ക് എന്ത് യോഗ്യതയുണ്ട് ആദിശേഷിനെ പോലൊരുവന്റെ ഭാര്യയായിരിക്കാൻ? അതെന്താ വൈഗ നീ ചിന്തിക്കാത്തത്? ഇവൻ അവളുടെ കൂടെ ഹാപ്പി ആയിരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നാലാളുടെ മുന്നിൽ കാണിക്കാനായി അവൾക്ക് എന്താണുള്ളത്? വെറും ഒരു പട്ടിക്കാട്ടുകാരി പെണ്ണ്. നമ്മുടെ മകൾ അങ്ങനെയല്ലല്ലോ വൈഗ. ഷീ ഡിവോഴ്സ്ഡ് ഹിം. നിരഞ്ജൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. വൈഗാലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. അവർ ആദ്യം നോക്കി. അവനിൽ അവർ വലിയ ഭാവമൊന്നും കണ്ടില്ല. എല്ലാവരോടും ചിരിക്കുന്നുണ്ട്. അധികം സംസാരിക്കുന്നില്ലെങ്കിലും ചോദ്യങ്ങൾക്ക് വിനയത്തോടെ ഉത്തരം പറയുന്നുണ്ട്. പക്ഷേ ആ കണ്ണുകളിൽ ഏതോ വിഷാദം നിഴലിച്ച് കിടക്കുന്നത് പോലെ വൈകിക്ക് തോന്നി. എന്തുകൊണ്ടോ അവർക്ക് അവനോട് എന്ത് നിലത്ത വാത്സല്യം തോന്നി. അവർ അവനെ സമീപിച്ച് വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. മോൻ എന്താ ഈ ജ്യൂസ് മുഴുവൻ കുടിക്കാതിരുന്നത്? അമ്മ വേറെ ഉണ്ടാക്കി തരട്ടെ? വൈഗാലക്ഷ്മി അവനോട് ചോദിച്ചു. ഓ, അതൊന്നും വേണ്ടെന്നേ. അവനങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒന്നിനും. കൊടുക്കുന്നത് എന്തായാലും കഴിച്ചോളും. ഇന്ദിര പെട്ടെന്ന് പറഞ്ഞു. ആദ്യ വൈഗാലക്ഷ്മിയെ നോക്കി ചിരിച്ചിട്ട് ആ ജ്യൂസ് എടുത്ത് കുറച്ച് കഴിച്ചു. അവരവനെ വീണ്ടും വീണ്ടും കണ്ണെടുക്കാതെ നോക്കി. നിരഞ്ജയവന്റെ കാര്യം പറയുമ്പോഴൊക്കെ തനിക്ക് തോന്നിയിരുന്ന ഇഷ്ടക്കേട് എവിടെയോ പോയി മറിഞ്ഞെന്ന് അവർ അമ്പരപ്പോടെ ഓർത്തു. ഇവനെ തന്റെ മകൾക്ക് കിട്ടുന്നതിൽ വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നു. പറഞ്ഞു കേട്ടിടത്തോളം ഈ കുട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്തിയാണ് തന്റെ ഭർത്താവ് വിവാഹത്തിന് സമ്മതിപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പൂർണ്ണമായും പറയാൻ ഇതുവരെ അച്ഛനും മകളും തയ്യാറായിട്ടുമില്ല. മറ്റേ പെൺകുട്ടിയുടെ ശവം തന്റെ മകളെ പിന്തുടരില്ലേ? അവളുടെ താലി അറുത്തിട്ടാണല്ലോ തന്റെ ഭർത്താവ് മകളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്. വൈഗാലക്ഷ്മിക്ക് അപ്സരയെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു ഭീതി തോന്നി. സൗകര്യം കിട്ടുമ്പോൾ ആദ്യോടൊന്ന് സംസാരിക്കണമെന്ന് അവർ ഓർത്തു. അപ്സരയ്ക്ക് ആദ്യോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാവിന് മുന്നിലെ ഗാർഡനിലേക്ക് അവളുടെ പിന്നാലെ അവൻ ചെന്നു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ വശ്യതയിലേക്ക് ആദിയുടെ കണ്ണുകൾ ചെന്നു മുട്ടി. എങ്ങനെയുണ്ട് ആദി എന്നെ കാണാൻ? സാരിയിൽ എന്നെ കാണാൻ അതിസുന്ദരിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഐ ആം ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്, ആം ഐ? ആദി വെറുതെ മൂളി. ഇതെന്താ വെറുതെ മൂളൽ മാത്രമേ ഉള്ളൂ? ഒന്നും പറയാനില്ലേ? എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട് അപ്സര. അപ്സരയുടെ മുഖം കറുത്തു. ഓ, ഇപ്പോഴും ആദി എന്നെ അപ്പു എന്ന് വിളിക്കുന്നില്ലല്ലോ. എന്റെ ഭംഗി ആക്സെപ്റ്റ് ചെയ്യാനും വയ്യ അല്ലേ? സാരമില്ല, ഇതൊക്കെ നമ്മുടെ വിവാഹം കഴിഞ്ഞ് വെറും 2 ദിവസത്തിനുള്ളിൽ ഞാൻ മാറ്റിയെടുത്തോളാം. പാർവണ സാരി എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആദി? ഈ ഡ്രസ്സിൽ അവളേക്കാൾ സുന്ദരിയാണ് ഞാനെന്ന കാര്യത്തിൽ എന്തായാലും ആദിക്ക് സംശയമുണ്ടാകില്ലല്ലോ. ഈ സാരിയുടെ വില 60 ലക്ഷത്തിനടുത്ത് വരും. ഇതിൽ തുന്നിപ്പിടിച്ചിരിക്കുന്നത് പ്യുവർ ഗോൾഡാണ്. ആ പേര് കേട്ടതും ആദിയുടെ നെഞ്ചിലൊരു പിടച്ചിലുണ്ടായി. നേരിയ കസവുള്ള മുണ്ടും നേരിയതുമെടുത്ത്, അല്ലെങ്കിൽ ഒരു സാധാ കോട്ടൺ സാരി എടുത്ത് നിലാവുള്ള രാത്രികളിൽ തനിക്കായി കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ അവന് ഓർമ്മ വന്നു. അധികം അലങ്കാരങ്ങളൊന്നും ഒരിക്കലും അവളിൽ കണ്ടിട്ടില്ല. കണ്ണെഴുതിയിരിക്കും. ഒരു കുഞ്ഞു പൊട്ട് നെറ്റിയിലുണ്ടാവും. മഞ്ഞൾ ചരലിൽ കോർത്ത താലി എപ്പോഴും കഴുത്തിൽ കാണും. ചിലപ്പോഴൊക്കെ തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത മുല്ലപ്പൂക്കൾ ആ മുടിൽ സുഗന്ധം പരത്തും. അവളുടെ കൈകളിൽ കുപ്പിവിളകൾ കിലുങ്ങുന്നുണ്ടാവും. തിരക്ക് കാരണം ദിവസങ്ങളോളം വീട്ടിൽ ചെല്ലാതെ ഇരുന്നിട്ടുണ്ട്. ഓരോ പകലിലും ഇന്ന് വരുമോ ആദിയേട്ടാ എന്ന് പ്രതീക്ഷയോട് ചോദിക്കുന്നൊരു പെണ്ണ്. വരാൻ പാർവണ എന്ന് പറയുന്ന പല ദിവസങ്ങളിലും താൻ ചെല്ലാതിരുന്നിട്ടുണ്ട്. എന്നിട്ടും കുറ്റപ്പെടുത്തലുകളോ മുറിപ്പെടുത്തലോ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പലപ്പോഴും പാതിരാത്രിയാകും വീട്ടിലെത്താൻ. അവൾ ഉറങ്ങിയെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴും മിഴികളിൽ പ്രതീക്ഷയോടെ അത്രയും നേരമായിട്ടും ഭക്ഷണം പോലും കഴിക്കാതെ അവൾ തന്നെ കാത്തിരിപ്പുണ്ടാവും. തന്നെ കാണുമ്പോൾ ആ മുഖത്ത് 1000 സൂര്യന്മാർ ഉദിച്ച പ്രതീതിയാണ്. തന്നെ സ്നേഹത്തോടെ ഊട്ടി തന്നോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് കിലുകിലെ ചിരിച്ച് ഒടുവിൽ തൻ്റെ മാറിൽ മുല്ലവള്ളി പോലെ തളർന്നു മയം കിടക്കുന്ന ഒരു പെണ്ണ്. ആ ഓർമ്മപ്പെടുത്തിൽ ആദിയുടെ മനസ്സ് നനയാൻ തുടങ്ങി. അവൾ ഉടുക്കുന്നത് അധികവും അവൾ തന്നെ തിരഞ്ഞെടുത്ത വസ്ത്രങ്ങളാണെന്നും ആദി ഓർത്തു. വലിയ വിലയൊന്നും ഉണ്ടാകില്ല. കോസ്റ്റ്ലി ആയത് എടുക്കാൻ താൻ പറയാറുണ്ട്. പക്ഷേ അവൾക്കത് മതി. അതാണ് ഇഷ്ടവും. ഡയമണ്ട് തുന്നിപ്പിടിപ്പിച്ച ഇതിലും കോസ്റ്റ്ലി ആയ സാരികൾ ഉണ്ടായിരുന്നു. അതേതെങ്കിലും എടുക്കാൻ ഡാഡി പറഞ്ഞതാ. ഡാഡിയോ അഭിപ്രായത്തിൽ ഇത് വളരെ ചീപ്പ് റേറ്റ് ആണ്. എനിക്ക് പക്ഷേ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ആദിയുടെ ചിന്തകൾ അറിയാതെ അപ്സര പറഞ്ഞുകൊണ്ടിരുന്നു. ആദിക്കാകെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ആ സമയമാണ് ഷിക അങ്ങോട്ട് വന്നത്. അവൾ അപ്സരയെ ശ്രദ്ധിക്കാതെ ആദ്യം നോക്കി. ഏട്ടാ, മുത്തശ്ശി അന്വേഷിക്കുന്നു. പിന്നെ അപ്സരയുടെ നേരെ തിരിഞ്ഞു. ഐ ആം സോറി ടു ഇൻട്രൂഡ്. വാ ഏട്ടാ. ഷിക ആദിയുടെ കൈയും പിടിച്ച് നടന്നു കഴിഞ്ഞു. പിന്നിൽ നിന്ന് അപ്സരയുടെ മുഖം കടുത്ത ദേഷ്യത്താൽ ചുവന്നു. നിന്നെ ഞാനിന്ന് കൊല്ലുമടാ.
നിരുപമ പറഞ്ഞതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു ശ്രീലയ്ക്ക്. അവനെ തലങ്ങും വിലങ്ങും തല്ലി. അമ്മേ നിർത്തമ്മേ. തൻ്റെ മുഖത്തിട്ട് അവർ ശക്തമായി അടിക്കുന്ന തടയാനാവതെ അവൻ പുലമ്പി. നിർത്താനോ? കൊല്ലും നിന്നെ ഞാനിന്ന്. ഇങ്ങനൊരു നാശം പിടിച്ചവൻ ഉണ്ടായത് കാരണം കുടുംബത്തിന്റെ അടിവേരുകൾ ഇളകിയല്ലോ ഭഗവാനെ. ശ്രീലയ അവന്റെ തോളത്തെ ശക്തമായി അടിച്ചു. നിരുപമ അതെല്ലാം കണ്ട് നിർവികാരിയായി നിന്നു. പിന്നെ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് നടന്നു. ആകെ കാറ്റുപോയ ബലൂൺ പോലെയായിരുന്നു അവർ. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇതുവരെ തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച തൻ്റെ ലക്ഷ്യം ഇനി എങ്ങനെ താൻ നേടിയെടുക്കും? ജഗന്നാഥവർമ്മയുടെ പ്രതികാരം തീർക്കാനായി അയാളുടെ അവസാനത്തെ കണ്ണിയായ ആദിശേഷനെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ കാലം തനിക്ക് കനത്തൊരു തിരിച്ചടി തന്നിരിക്കുന്നു. ഒന്നിനും വയ്യ, തളർന്നു പോകുന്നു താൻ. നിരഞ്ജൻ പറഞ്ഞ രഹസ്യത്തിന് തൻ്റെ ജീവനെടുക്കാനുള്ള കരുത്തുണ്ട്. അയാളത് ആദിശേഷനോട് വെളിപ്പെടുത്തി കാണുമോ? അവനതറിയുമ്പോഴുള്ള പ്രതികരണം എന്താവും? അവർക്കതോർക്കെ ജാളിത്യവും ഭയവും തോന്നി. അവരുടെ ധാർഷ്ട്യത്തിൻ്റെയും താൻ പോരുമയുടെയും ആഭരണങ്ങളാകെ തകർന്നു വീഴുകയായിരുന്നു. അഗ്നിവലയത്തിലകപ്പെട്ടവളെ പോലെ നിരുപമയുടെ അകവും പുറവും വെന്തിരിഞ്ഞുകൊണ്ടിരുന്നു. മുത്തശ്ശി എന്തിനാ എന്നെ അന്വേഷിച്ചത് പൊന്നു? ശിഖയുടെ കയ്യിൽ പിടിച്ച് ആദ്യം ചോദിച്ചു. പിന്നെ മുത്തശ്ശിക്കുണ്ടോ ഏട്ടൻ തിരക്കാൻ സമയം? ഇത് വരെ അവിടെ പൊങ്ങച്ചമ്പാറ തീർന്നിട്ടില്ല. പിന്നെ ഒന്നുമില്ലേട്ടാ, ആ സാധനത്തിന്റെ അടുത്ത് നിന്ന് എൻ്റെ ഏട്ടൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. സാധനമോ? അതെ, ആ അപ്സരസ്. ഹോ, എന്താ അവളുടെ മുഖത്തെ ഭാവം? നിലത്തൊന്നുമല്ലാതെ. എനിക്ക് ഏട്ടനെ അറിയാലോ. ഏട്ടന് അവിടെ നിന്ന് ശ്വാസം മുട്ടിച്ചാവേണ്ട എന്ന് വിചാരിച്ചു. ഇപ്പോൾ നീ എന്നെ അപ്സരയുടെ അടുത്ത് നിന്ന് രക്ഷിച്ചു. പക്ഷേ ഞങ്ങളുടെ വിവാഹശേഷം നീ എന്തു ചെയ്യും പൊന്നു? ആദ്യ ഒരു ചിരിയോട് ചോദിച്ചു. ഷികയുടെ മുഖം വാടിപ്പോയി. അവൾ 4-5 നിമിഷം ആദ്യം തന്നെ നോക്കി നിന്നു. ആ കണ്ണുകൾ ആർദ്രമായി. എന്താ പൊന്നു? എനിക്ക് എൻ്റെ ഏട്ടന് വിശ്വാസമാണ്. എനിക്ക് വേണ്ടി ഭൂമിയിൽ ഒരു അഭയമോ ദൈവമോ ഉണ്ടെങ്കിൽ അതും ഏട്ടൻ മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ മറ്റാരും ഏട്ടൻ്റെ അത്രയും വലുതായിരിക്കില്ല. അവൾ പറഞ്ഞത് കേട്ട് ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ഏട്ടത്തി ഏട്ടനെ ഒരുപാട് സ്നേഹിച്ചതാണ്. പക്ഷേ ഒരിക്കലും ആ വിശ്വാസം തകർന്നു പോയി. അത് വീണ്ടെടുക്കാൻ ഏട്ടന് കഴിയണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ എനിക്ക് ഈ ജന്മ സന്തോഷം കിട്ടില്ല. ഷിക പെട്ടെന്ന് ആദിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവൻ അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ച് ആ ശിരസിൽ തലോടി. അങ്ങോട്ട് കടന്നു വരികയായിരുന്ന അപ്സര പിന്നിൽ നിന്ന് ഈ കാഴ്ച കണ്ടതും അവളുടെ ദേഷ്യം വർദ്ധിച്ചു. അവളുടെ ഒരു ഏട്ടൻ കാണിച്ചു തരാടി നിന്നെ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അപ്സര പല്ല് ഞെരിച്ചു. നമുക്ക് പോയാലോ മുത്തശ്ശി? ആദി ഇന്ദിരയോട് ചോദിച്ചു. പോകാനോ? നമ്മളൊന്നും തീരുമാനിച്ചില്ലല്ലോ. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഊണൊരുക്കുന്നുണ്ട്. കേട്ടു നിന്ന നിരഞ്ജൻ പറഞ്ഞു. ഊണ് കഴിക്കാൻ നിൽക്കുന്നില്ല മിസ്റ്റർ നിരഞ്ജൻ. എനിക്ക് 2 മണിക്ക് മുമ്പ് അർജന്റായി ഓഫീസിലെത്തണം. അവൻ്റെ മിസ്റ്റർ നിരഞ്ജൻ എന്ന വിളി നിരഞ്ജനിൽ അസ്വസ്ഥതയുണ്ടാക്കി. തൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ആ സംബോധന കേട്ടോ എന്നറിയാൻ അയാൾ അസ്വസ്ഥതയുടെ ചുറ്റും നോക്കി. പിന്നെ ആദിക്ക് നേരെ തിരിഞ്ഞു. എന്താ ആദി ഇത്? ഇപ്പോഴും നീ എന്നെ ഇങ്ങനെയാണ് വിളിക്കുന്നത്? കോൾ മീ ഡാഡി ഓർ അങ്കിൾ. ഡാഡി എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ വിളിച്ചാലും മതി. ഇപ്പോൾ അങ്കിൾ എന്ന് വിളിക്കൂ. എനിക്കിപ്പോൾ 2 ബുദ്ധിമുട്ടാണ് മിസ്റ്റർ നിരഞ്ജൻ. അങ്ങനെ വിളിക്കാനുള്ള അടുപ്പമൊന്നും എനിക്കിപ്പോഴും നിങ്ങളോട് തോന്നുന്നില്ല. വെറുതെ മറ്റൊരാളെ സൂചിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കാനൊന്നും എനിക്ക് വയ്യ. എപ്പോഴെങ്കിലും ആ അടുപ്പം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഞാൻ വിളിച്ചോളാം. ആദി ഭാവഭേദങ്ങളില്ലാതെ പറഞ്ഞു. നിരഞ്ജൻ ദേഷ്യം കടിച്ചമർത്തി. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സ്വകാര്യമായി പറയണോ അതോ? നിരഞ്ജൻ ആദ്യം സംശയത്തോടെ നോക്കി. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. അടുത്തത് എന്താ ഒപ്പിക്കാൻ പോകുന്ന ആർക്കറിയാം. പിടിച്ച പിടിയാലെ എത്രയും പെട്ടെന്ന് ഇവനെ അപ്പുവിനെ കൊണ്ട് കെട്ടിക്കുന്നതുവരെ തനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. സ്വകാര്യം അറിഞ്ഞാൽ മതി. വരൂ. നിരഞ്ജൻ ആദ്യ ബാൽക്കണിയിലേക്ക് ക്ഷണിച്ചു. ബാൽക്കണിയിൽ നിറയെ മനം കവരുന്ന പച്ചപ്പായിരുന്നു. കുലകുലയായി നിരന്ന പൂക്കളും ഹാങ്ങിങ് പ്ലോട്ടുകളിൽ തൂങ്ങിയാടുന്ന വള്ളിച്ചെടികളും നോക്കി ആദ്യ ഒരു നിമിഷം നിന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? നിരഞ്ജൻ അക്ഷമനായി ചോദിച്ചു. നിരുപമ എന്ന വ്യക്തിയെ നിങ്ങൾ എങ്ങനെ ഒതുക്കി? അത് നീ അറിയേണ്ട കാര്യമില്ല അതിശേഷ്. അവർ നിന്റെ ജീവിതത്തിൽ ഇനിയൊരു യാതൊരുവിധ ഇടപെടലുകളും നടത്തില്ല. അതുമാത്രം ഞാൻ നിനക്ക് ഉറപ്പു തരാം. പക്ഷേ അവർ കല്യാണ ദിവസം വന്നാലോ? എന്നിട്ട് വിവാഹം മുടക്കിയാലോ? നിരഞ്ജന ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അവരൊന്നും ചെയ്യില്ല. അവരെ ഇറക്കിയത് ഞാനാണെങ്കിൽ അടക്കി നിർത്താനും എനിക്കറിയാം. ഈ നിരഞ്ജൻ അടിയുടെ കളികളെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ശരിയാണ്, നിങ്ങളുടെ അത്രയും കുരുട്ടുബുദ്ധി ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല. സിംഹത്തിന്റെ ശക്തിയല്ല നിങ്ങൾക്കുള്ളത്, കഴുതപ്പുലിയുടെ കൗശലമാണ്. ആദ്യ നിരഞ്ജനെ തറപ്പിച്ചു നോക്കി. അയാളുടെ മുഖം വിളറി. പക്ഷേ പെട്ടെന്ന് അയാൾ സമർത്ഥമായൊരു പുഞ്ചിരി കൊണ്ട് അത് മറച്ചു. നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്ന് അറിയാം ആദി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രശംസകൾ. സാരമില്ല, ഇതെല്ലാം ഞാൻ എൻ്റെ അപ്പുവിനെ ഓർത്ത് ക്ഷമിക്കുകയാണ്. അല്ല, നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, വിവാഹകാര്യം തീരുമാനിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പാർവണയുമായി ലീഗലായി ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല. കോർട്ട് ഇതുവരെ അത് അനുവദിച്ച് തന്നിട്ടില്ല. പെട്ടെന്ന് നിരഞ്ജന്റെ മുഖം മാറി. എന്താ ഇതുവരെ അത് അനുവദിച്ച് തന്നിട്ടില്ലെന്നോ? അതെ. ഇതെന്താ ഇത്രയും നീണ്ടുപോയത്? നീ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ. അതിനത്ര സമയമൊന്നും ആയിട്ടില്ലല്ലോ മിസ്റ്റർ നിരഞ്ജൻ. പിന്നെ കോർട്ട് അതിൻ്റെതായ വഴിക്ക് പോകട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതിൻ്റെ പ്രൊസീഡിങ്സിനൊക്കെ സമയമെടുക്കുമല്ലോ. വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നേന്നുള്ളൂ. ധൃതി നിങ്ങൾക്കാണല്ലോ. നിരഞ്ജൻ ആലോചന ഭാവത്തിൽ ശിരസ് തടവി. അയാൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല ഡാഡി. തൽക്കാലം നമുക്ക് വിവാഹം നടക്കാം.
എന്നിട്ട് പിന്നീടായാലും ആദിക്ക് ഡിവോഴ്സ് കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ മാരേജ് ലീഗലായി രജിസ്റ്റർ ചെയ്താൽ മതി. ശബ്ദം കേട്ട് ആദിയും നിരഞ്ജനും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അപ്സരയായിരുന്നത്. അവൾ നിരഞ്ജൻ ആദിയെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നത് കണ്ട് സംശയം തോന്നി പിറകെ വന്നതാണ്. നീ എന്താ മോളു ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഡാഡി. ആദ്യം എന്നെ താലി കെട്ടട്ടെ, ഇദ്ദേഹം എൻ്റെ സ്വന്തമാകട്ടെ, ബാക്കിയൊക്കെ പിന്നെ. ഇതിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഡാഡി. പ്ലീസ്, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എന്നെ ഇങ്ങനെ നിരാശപ്പെടുത്തല്ലേ. പിന്നെ പാർവണ ഇത് ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. ഐ ആം ഷുവർ അവളുടെ അടുത്ത് നിന്ന് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മാരേജ് ലീഗലൈസ് ചെയ്യാമല്ലോ. ശരി അപ്പു, എനിക്കും നീ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇനി അനിശ്ചിത കാലത്തേക്ക് ഇത് നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കപ്പോൾ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹം നടത്താം. എന്ത് പറയുന്നു എന്ന ഭാവത്തിൽ നിരഞ്ജൻ ആദ്യം നോക്കി. തനിക്കിതിൽ വോയിസ് ഒന്നുമില്ല അറിയാവുന്നത് കൊണ്ടാവും ആദ്യമൊന്നും മിണ്ടിയില്ല. നിരഞ്ജൻ ഗർവോട് അവനെ നോക്കിയിട്ട് പിന്തിരിഞ്ഞു. പാറണ വരില്ലെന്ന് അപ്സരയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? നിരഞ്ജൻ പോയതും ആദികളോട് ചോദിച്ചു. അത് പിന്നെ അവൾ പതറുന്നത് കണ്ടതും ആദിയുടെ കണ്ണുകൾ കുറുകി. അവന് അലൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. പാർവണയെ ആദ്യം ഉപേക്ഷിച്ചതല്ലേ? ആദിക്ക് അവളെ വേണ്ടായത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ദാറ്റ് മീൻസ് ഷീ ഈസ് നോട്ട് പ്രഷ്യസ്. സോ അവളെങ്ങനെ വരാനാ ഇനി? പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനുള്ള ഗഡ്സ് ഒന്നും അവൾക്കില്ല. ദാറ്റ് മീൻസ് ഷീ ഈസ് നോട്ട് പ്രഷ്യസ്. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദിക്ക് തന്റെ നെഞ്ചിൽ ഒരു കൊളുത്തുരഞ്ഞതുപോലെ തോന്നി. അവന്റെ ഇടനെഞ്ചിൽ ധനുമാസ രാവിലെ ആതിര പോലെ ആർദ്രയായ ഒരു പെണ്ണിന്റെ രൂപം തെളിഞ്ഞു. ചെവികളിൽ ആദിയേട്ട എന്ന സ്നേഹലോലമായ വിളി മുഴങ്ങി കേട്ടു. അവന്റെ ഹൃദയം പിടഞ്ഞു. അപ്സര ആദിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു വിഷാദം തെളിക്കുന്നതും അവനെന്തോർത്ത പോലെ ഇമകൾ ചിമ്മുന്നതും അവൾ കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ അവന്റെ വശ്യ സൗന്ദര്യം ഇരട്ടിച്ചതുപോലെ അവൾക്ക് തോന്നി. വല്ലാത്തൊരു ആകർഷണീയത. അപ്സര പെട്ടെന്ന് ആദി ഇറുകെ പിണർന്നു. അവൻ പൊള്ളിയിട്ടെന്ന പോലെ അവളെ തള്ളി മാറ്റി. എന്താ അപ്സര ഈ കാണിക്കുന്നത്? അപ്സരയുടെ നെറ്റി ഇഷ്ടക്കേടിൽ ചുളിഞ്ഞു. എന്താ, എനിക്ക് ആദ്യം ഹഗ് ചെയ്തുകൂടെ? യു ആർ ഗോയിങ് ടു മാരി മീ റൈറ്റ്? അതിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്തെന്നാ? ആദിയുടെ ഭാര്യ എന്ന നിലയിൽ എനിക്ക് ആദിയെ തൊട്ടുകൂടെ? അപ്സരയുടെ മുഖം ചുവന്നു. അവളുടെ സ്വരം വല്ലാതെ ഉയർന്നു. അപ്സര, ഒന്ന് പതുക്കെ, ആളുകൾ കേൾക്കും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. യു ആർ ഇൻസൾട്ടിങ് മീ ആദി. യു ആർ ഓൾവേസ് ഇൻസൾട്ടിങ് മീ. അപ്സര പ്ലീസ്. ആദി വല്ലായ്മയുടെ അവളെ നോക്കി. എനിക്ക് വയ്യ ആദി, എനിക്ക് അകൽച്ച സഹിക്കാൻ വയ്യ. പ്ലീസ് ലെറ്റ് മീ ഹഗ് യു. അവൾ വീണ്ടും അവനെ പുണരാൻ ഭാവിക്കുകയായിരുന്നു. ആദി പുറകോട്ട് നീങ്ങിലും അവനെ വിടില്ലെന്ന മട്ടിൽ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും ചായാൻ ഭാവിച്ചു. അപ്പോഴാണ് താഴെ സ്റ്റെയർ കേസ് കയറുന്ന ശബ്ദവും ഏട്ട എന്ന സ്വരവും കേട്ടത്. അപ്സരയുടെ മുഖം വലിഞ്ഞു മുറുകി. പക്ഷെ ആദിക്ക് ചിരി വന്നു. പാർവണയെ ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഒരിക്കലും കടന്നു കയറാൻ ശ്രമിക്കാത്ത തന്റെ പൊന്നുവാണ് ഇപ്പോൾ ഒരു നിഴൽ പോലെ തന്നെ അപ്സരയിൽ നിന്ന് രക്ഷിക്കാനായി നടക്കുന്നത്. പാവം. ശിഖ പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഓടിക്കയറി വന്ന് ആദിയുടെ കൈകൾ പിടിച്ചു. അപ്സര, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാട്ടോ. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ശിഖ അവനെയും കൊണ്ട് പടികൾ ഇറങ്ങി തുടങ്ങിയിരുന്നു. അപ്സരയ്ക്ക് സകലതും എറിഞ്ഞുടയ്ക്കാൻ തോന്നി. അപ്സര താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ സമയം പോലെ എല്ലാവരും അങ്ങോട്ട് വരൂ കേട്ടോ. പിന്നെ നിരഞ്ജൻ പറഞ്ഞ പോലെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ വിവാഹം നടത്താം. ജോൽസിനെ കൊണ്ടൊരു മുഹൂർത്തം കുറിപ്പിക്കുകയേ വേണ്ടൂ. എനിക്കാണെങ്കിൽ അപ്പുമോളെ ഇപ്പോഴേ അങ്ങോട്ട് കൊണ്ടുപോകാൻ ധൃതിയായി. ഇന്ദിര അപ്സയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടോ അതൊക്കെ കണ്ടപ്പോൾ ഷീക്ക് പുച്ഛമാണ് തോന്നിയത്. ആദി വേറെ എങ്ങും നോക്കി നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും യാത്രയാക്കാൻ എന്ന പോലെ കുടുംബാംഗങ്ങൾക്കൊപ്പം അപ്സരയും പിറകെ ചെന്നിരുന്നു. എന്നാൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഷിഖയെ തന്നെ ശ്രദ്ധിച്ച ആദി തിരിഞ്ഞു നോക്കിയില്ല. 1 മിനിറ്റ് ഷിഖ, ഒന്ന് വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്സര പിന്നിൽ നിന്ന് വിളിച്ചതും ഇന്ദിര നിറഞ്ഞു ചിരിച്ചു. ചെല്ലു മോളെ, നിന്റെ നാത്തൂനല്ലേ, അപ്പം മോൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്കൂട്ടോ. ഷിഖ മനസ്സില്ല മനസ്സോടെ അല്പം മാറി നിന്ന് അപ്സരയുടെ അടുത്തേക്ക് ചെന്നു. എന്താ അപ്സര? അപ്സരയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അകലെ നിന്ന് കാണുന്നവർക്ക് അവൾ സൗഹൃദഭാവത്തിൽ ഷിഖയോട് എന്തോ പറയുകയാണെന്ന് തോന്നുമായിരുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല ഷിഖ, ആദി ഷിഖയുടെ ഏട്ടനൊക്കെ തന്നെയാണ്. പക്ഷെ ഇനി മുതൽ ആദിയുടെ താലിയുടെ അവകാശം ഞാനാണ്. അതൊന്ന് ഷിഖയെ മനസ്സിലാക്കി തരാൻ വിളിച്ചതാ. എനിക്ക് മനസ്സിലായില്ല. ഷിഖയുടെ നെറ്റി ചുളിഞ്ഞു. മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഇനി അങ്ങോട്ട് ആദിയുടെ മേലുള്ള അവകാശം എനിക്ക് മാത്രമാണ്. ഞങ്ങളുടെ പ്രൈവസിയിൽ ഇങ്ങനെ നാണമില്ലാതെ നുഴഞ്ഞു കയറരുത്. അതൊന്ന് പറയാൻ വിളിച്ചതാ. ഇനി ഷിഖ പൊയ്ക്കോളൂ. അപ്സര മനോഹരമായി ചിരിച്ചു. പിന്നെ പാർവണയല്ല അപ്സര എന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാ. പെട്ടെന്ന് ഷിഖയുടെ മുഖം മാറി. അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അപ്സരയെ നോക്കി. അത് ശരിയാണ്, അപ്സര പാർവണയല്ല. നിങ്ങളെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ ഏട്ടത്തിയുടെ ഗ്രേസ്, സൗന്ദര്യം, വ്യക്തിത്വം ഇതെല്ലാം വേറെ ലെവലാണ്. അതുകൊണ്ടല്ലേ പിരിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് പോലും ഒരു നിമിഷം പോലും എൻ്റെ ഏട്ടത്തിയെ മറക്കാൻ സാധിക്കാത്തത്. നിങ്ങൾക്ക് പാർവണയാകണമെങ്കിൽ 100 ജന്മം വേറെ ജനിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ എത്ര ഘട്ടം തലകുത്തി മറിഞ്ഞാലും ആദിശേഷ് എൻ്റെ ഏട്ടനാണ്. ആ അവകാശം ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ വരട്ടെ അപ്സര ഏട്ടത്തി. ഷിഖയുടെ സംസാരം കേട്ട് അപ്സരയുടെ പല്ലുകൾ ദേഷ്യം കൊണ്ട് ഞെരിഞ്ഞു. തന്നെ പുച്ഛത്തോടെ നോക്കി കടന്നു പോകുന്നവളെ കണ്ടപ്പോൾ തനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം അലറിപ്പോയി. അപ്പോൾ തന്നെ അവളുടെ അഹങ്കാരം തീർക്കണമെന്ന് അപ്സര വിചാരിച്ചു.
പക്ഷേ പിന്നെ ആദ്യം നേടാൻ തനിക്ക് സാധിക്കില്ലല്ലോ എന്നുള്ള ചിന്തയിൽ അവളത് ഉപേക്ഷിച്ചു. അപ്സര തുറച്ചു നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ഷിക കൂസലില്ലാതെ ആദിയോടും ഇന്ദിരയോടും ഒപ്പം ചെന്ന് കാറിൽ കയറി. കാണിച്ചു തരാടി നിന്നെ ഞാൻ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ അവിടുന്ന് അടിച്ചിറക്കും ഞാൻ. നീ സ്വന്തം അച്ഛൻ്റെ ചോരയല്ലെന്ന് അറിയുമ്പോൾ ആദ്യം നിന്നെ വെറുക്കുന്നു എനിക്കൊന്ന് കാണാം. നിന്റെ പേരിലാണ് ആദ്യം ഇത്രയും മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. നീയൊരു അഭയാർത്ഥിയെ പോലെ അവിടെ നിന്നിറങ്ങി പോകും. അപ്സര മനസ്സിൽ രൂക്ഷമായി പിറുപിറുത്തു. ദിവസങ്ങൾ 2-3 കൊഴിഞ്ഞു വീണു. നിരഞ്ജന്റെ ബന്ധുക്കളെല്ലാം ആദിയുടെ കൊട്ടാര സദൃശമായ വസതിയും സൗകര്യങ്ങളെല്ലാം കണ്ട് ആകെ അമ്പരപ്പിലായിരുന്നു. എല്ലാവരും അപ്സരയുടെ ഭാഗ്യത്തെ അസൂയ പൂണ്ടു. അങ്ങനെ തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത മട്ടിൽ നിരഞ്ജൻ അടികയുടെയും മകൾ അപ്സര നിരഞ്ജനെയും വാശിപ്പുറത്ത് ആ വിവാഹം തീരുമാനിക്കപ്പെട്ടു. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു ശുഭമുഹൂർത്തം ജ്യോത്സ്യം കുറിച്ചു കൊടുക്കുകയും ചെയ്തു. തീരെ ആഗ്രഹമില്ലാഞ്ഞിട്ടും വിവാഹത്തിനായുള്ള ഡ്രസ്സും ആഭരണങ്ങൾ എടുക്കാൻ ആദിക്ക് അപ്സരയെ കൂട്ടിക്കൊണ്ടു പോകേണ്ടി വന്നു. നിരഞ്ജൻ അടികയുടെ കുടുംബക്കാർ ആരും തന്നെ ആർഭാടം ഒട്ടും കുറയ്ക്കുന്നവരായിരുന്നില്ല. അവരുടെ പൊങ്ങച്ചങ്ങളും പോഷ് രീതികളും എല്ലാം കൊണ്ടും അവന് പെട്ടെന്ന് മടുത്തു. യോജിച്ച വിവാഹ വസ്ത്രത്തിനായി എത്ര തിരഞ്ഞിട്ടും അപ്സരയ്ക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചുനേരം മടുപ്പോടെ അവിടെ നോക്കിയതിനു ശേഷം ആദ്യ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിവായി പുറത്തേക്ക് നടന്നു. മനോഹരമായൊരു വയലറ്റ് വള്ളിച്ചെടി പടർത്തിയിട്ട ഫ്ലോറിൽ ബാൽക്കണിയിൽ അവൻ എന്തൊക്കെയോ ചിന്തിച്ചു നിന്നു. അപ്പോഴാണ് ഒരു വിളി കേട്ടത്. മോനെ. ആദ്യ തിരിഞ്ഞു നോക്കി. അപ്സരയുടെ അമ്മ വൈകാലക്ഷ്മി ആയിരുന്നത്. അവൻ അവരെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. നിരഞ്ജനാടികയും മകളെയും പോലെയല്ല അവരെന്ന് ആദിക്ക് തോന്നിയിരുന്നു. അവരുടെ നോട്ടത്തിലും ഭാവത്തിലും ലാളിത്യവും സ്നേഹമുണ്ട്. മോനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. നിനക്കെൻ്റെ മോളെ സ്നേഹിക്കാൻ കഴിയുമോ മോനെ? അവൾ നിന്നെ ബലമായി വെട്ടിപ്പിടിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാം, എൻ്റെ വയറ്റിലാണ് പിറന്നെങ്കിലും അച്ഛനിൽ വളർത്തിയ മകൾ ഇങ്ങനെയായിപ്പോയി. വൈകാലക്ഷ്മി അടുത്തു വന്ന് ആദിയുടെ ശിരസിൽ തലോടി. ഈ വിവാഹം നടക്കരുതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് പക്ഷേ നിന്നോടുള്ള ഇഷ്ടക്കുറവല്ല. നിന്റെ കണ്ണുകളിൽ ഒരു വേദന മാത്രമേ ഞെലിക്കുന്നുള്ളൂ. നടക്കാൻ പോകുന്ന ചടങ്ങിൻ്റെ സന്തോഷമൊന്നും ഞാൻ നിന്റെ മുഖത്ത് കാണുന്നില്ല. അപ്സരയ്ക്കാണെങ്കിൽ അത് മനസ്സിലാകുന്നുമില്ല. എനിക്ക് നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ഭർത്താവിനും മകളെയും എനിക്ക് നന്നായി അറിയാം. കഴിയുമെങ്കിൽ നീ നിന്റെ സന്തോഷം വീണ്ടെടുക്കൂ. അവരിൽ നിന്ന് ആ വാക്കുകൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവും ആദി സ്തബ്ധനായി. അവരൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ കടന്നുപോയി. പിന്നെയും ഏറെ നേരം അവനങ്ങനെ നിന്നു.